ഉച്ചയ്ക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ രാവിലെ ജോലിയിൽ രാധയെ പുറത്തുനിന്ന് സഹായിച്ചു കൊടുത്തിട്ട് മുറിയിലേക്ക് കയറി വാതിലടച്ചു വന്ന അബി അപ്പോഴും പുതച്ചുമുടി സുഖമായി ഉറങ്ങുന്നവൾക്കരികിലിരുന്ന് മെല്ലെ തലയിൽ തലോടി. നിവി. അവൾക്കടുത്തേക്ക് ചാഞ്ഞു കിടന്ന് ആ കവൾ ചുണ്ടു ചേർത്തവൻ മെല്ലെ വിളിച്ചു. മൂളിക്കൊണ്ടൊന്ന് ഞെളിഞ്ഞു പിരിഞ്ഞവൾ മെല്ലെ അവന് നെഞ്ചോട് ചേർന്ന് വന്ന് ഒട്ടിപ്പിടിച്ചു കിടന്നു. ഏട്ടന്റെ കുഞ്ഞിക്ക് ഉറക്കം മാറിയില്ലേ? ആ കവളിൽ മീശയും ചുണ്ടും കൊണ്ടെന്ന് ഉരസിക്കൊണ്ട് അബി ചോദിച്ചു. മാറിയില്ല. കണ്ണു തുറക്കാതെ അവന് നെഞ്ചോട് ഒട്ടിക്കിടന്നവൾ പറഞ്ഞു. നിവിക്കുഞ്ഞെ. ആ മുഖം പിടിച്ചുയർത്തി അവളെ അടഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ അബിയുടെ മനസ്സും ശരീരവും എന്തിനൊക്കെയോ മോഹിച്ചു തുടങ്ങിയിരുന്നു. അടങ്ങിക്കിടക്ക് ചിത്തൂട്ടാ. കണ്ണുകൾ തുറക്കാതെ തന്നെ അബിയുടെ മുഖം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിവി. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ പൊന്നെ. അവളുടെ പുതപ്പിനടിയിൽ നോണ്ടു കയറി പെണ്ണിനെ ഒന്നാകെ വാരി പൊത്തി പൊതിഞ്ഞു പിടിച്ചു പറഞ്ഞു അബി. ജിത്തൂട്ടാ. പെണ്ണെന്ന് കുതിരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിവി പ്ലീസ്, എനിക്ക് എനിക്ക് വേണം. പിടിച്ചു നിൽക്കാൻ പറ്റില്ലടി പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചെവിക്കും കഴുത്തിനും ഇടയിൽ ചുണ്ട് ചേർത്ത് അമർത്തി. കണ്ണു തുറക്കാതെ പെണ്ണൊന്ന് കുറുകി. നിവി ആ ദേഹത്തേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്ന ഷീറ്റ് എടുത്ത് മാറ്റി അവളിലേക്ക് ചായുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ അഭി വിളിച്ചു. ഞാൻ പല്ല് തേച്ചില്ല ജിത്തൂട്ടാ. തന്റെ ചുണ്ടിന് നേരെ താഴ്ന്നു വന്നവനെ മുഖം ഇരു കൈകളിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പെണ്ണൊരു കള്ളച്ചീരിയുടെ മുഖം ചരിച്ച് അവന് ചെവിക്ക് മുമ്പിൽ ഒന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോയേടി പറഞ്ഞുകൊണ്ടവൻ അവളുടെ കൈ ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് ആ ചുണ്ട് കൊതിയോടെ കവർന്നെടുത്തു. ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്ന മുരളി ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന പ്രവീണിനെയും അവനടുത്ത് കിടക്കുന്ന ബെല്ലടിച്ച് കിടന്ന ഫോൺ നോക്കി ഒരു നിമിഷം നിന്നു. ഇന്നലെ മുതൽ ആ ഫോണിന് സ്വര്യം കൊടുക്കാതെ വിളിക്കുവല്ലേ അവൾ. ഒന്നെടുത്ത് അവക്കുള്ള മറുപടി കൊടുത്തുട പ്രവീണ നിനക്ക്. വീട്ടിൽ അവന്റെ അടുത്ത് വന്നിരുന്ന് ആ ഫോൺ കയ്യിലെടുത്ത് പിടിച്ചിട്ടാണ് മുരളി ചോദിച്ചത്. അവൾക്ക് എന്ത് മറുപടി കൊടുക്കാൻ? അവളെന്നെ കുത്തി നോവിക്കാനാണ് വിളിക്കുന്നത്. ചുവന്ന മുഖവും കലങ്ങിയ കണ്ണുകളുമായി എഴുന്നേറ്റിരുന്നുകൊണ്ട് പ്രവീൺ പറഞ്ഞു. നീ ഫോൺ എടുക്ക്. എന്നിട്ട് അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്ക്. എന്നിട്ട് സമാധാനത്തോടെ മറുപടി അവൾക്ക് കൊടുക്ക്. ഇനിയൊന്നും പറയാനില്ലാത്ത വിധമുള്ള മറുപടി പറഞ്ഞിട്ട് ഫോൺ വെക്ക്. മുരളി ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാലോ മുരളി. പിന്നെന്തിനാ വെറുതെ? മുഖം അമർത്തി തുടച്ചു പറഞ്ഞുകൊണ്ട് പ്രവീൺ ബെഡിൽ നിന്നും ഇറങ്ങി നിന്നു. മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് വേദന നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എടാ പുല്ലേ, കളിക്കാതെ ആ ഫോൺ എടുക്കടാ. പ്രവീൺ പറഞ്ഞു നിർത്തിയതും വൈഷ്ണവിയുടെ കോൾ വന്നു കണ്ട് പല്ല് കടിച്ചു പിടിച്ച് പറഞ്ഞിട്ട് മുരളി ഫോൺ അറ്റൻഡ് ചെയ്തു സ്പീക്കറിലിട്ട് പ്രവീണിന്റെ കയ്യിൽ പിടിപ്പിച്ചു. സംസാരിക്കും. ദേഷ്യം വന്നെങ്കിലും ഒച്ച താഴ്ത്തി മുരളി പറഞ്ഞു. ഹലോ. പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുന്ന മുരളിയെ നോക്കിക്കൊണ്ട് തന്നെ ഫോൺ ചെവിടി ചേർത്ത് വെച്ച് പ്രവീൺ പറഞ്ഞു. പ്രവീ, ഞാൻ ഇന്നലെ മുതൽ വിളിക്കുക. എന്താ ഫോൺ എടുക്കാത്തത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? പ്രവീൺ ഹലോ പറഞ്ഞതും മറുപുറത്തുനിന്ന് വൈഷ്ണവി ഒരുതരം വെപ്രാളത്തോടെ ചോദിച്ചു. അവിടെ എന്താ വിശേഷം? എനിക്ക് 2 ദിവസമായി പനിയും ജലദോഷവും ഒക്കെയായിരുന്നു. ഫോണൊന്നും എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. നീ പെട്ടെന്ന് കാര്യം പറയും. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോണം. തന്റെ അടഞ്ഞ ശബ്ദം കേട്ട് അവൾക്ക് സംശയമൊന്നും തോന്നാതെ ഇരിക്കാൻ എന്നോണം പ്രവീൺ പറഞ്ഞു. നിന്റെ ആര്യയുടെ വിവാഹം കഴിഞ്ഞു. ആ നിവിതയുടെ സഹോദരനിലെ നിരഞ്ജൻ, അവനുമായിട്ട്. ഇപ്പോ എന്റെ ആര്യയല്ലല്ലോ. അങ്ങനെയുള്ള ആര്യ വിവാഹം കഴിച്ചതിന് എനിക്കെന്താ? നിസാരമായി അത് പറഞ്ഞെങ്കിലും നെഞ്ചിൽ ആഴത്തിൽ വേദനിച്ചു പ്രവീണിന്. അവൾ വേറെ വിവാഹം കഴിച്ചാൽ നിനക്കൊരു വിഷമവും ഇല്ലേ? പല്ല് കടിച്ചുകൊണ്ടാണ് വൈഷ്ണവി ചോദിക്കുന്നത് എന്ന് അവളുടെ സംസാരത്തിലും പ്രവീണിന് വ്യക്തമായി മനസ്സിലായിരുന്നു. ആര്യ എന്റെ മുൻ ഭാര്യയായിരുന്നു. ഇപ്പോ എന്റെ ആരുമല്ല. അത് നിനക്കും അറിയുന്നതല്ലേ? അങ്ങനെയുള്ള ഒരാൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതിന് ഞാൻ എന്തിനു വിഷമിക്കണം? നെഞ്ചിലെ നോവ് അടക്കി പിടിച്ച് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ പ്രവീൺ പറഞ്ഞു. നിന്റെ ഭാര്യയല്ല, ശരിയാണ്. പക്ഷേ നിന്റെ മോള് അവൾക്കൊപ്പമാണ്. അവൾക്കൊപ്പം എന്ന് പറയുമ്പോ നിന്റെ മോളിലെ ആരുമല്ലാത്ത ഒരുവനൊപ്പം. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? കൊച്ചത്തോടെ പറഞ്ഞു വൈഷ്ണവി. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞതിൽ എന്തോ മുള്ളുണ്ടെന്ന് തോന്നിയ പ്രവീൺ എടുത്തു ചോദിച്ചു. അവൾ പറഞ്ഞത് എന്തെന്ന് കൃത്യമായി മനസ്സിലായി മുരളി പല്ല് കടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് സ്വന്തം തന്തയെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെയാണ് രണ്ടാനച്ഛൻ. അതുകൊണ്ട് നിന്റെ മോളെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കാൻ നിന്റെ മുൻ ഭാര്യയോട് പറയും. അല്ല, അവളുടെ സുഖത്തിന് വേണ്ടി ചിലപ്പോ നിന്റെ മോളെ എടി മോളെ, എല്ലാരും നിന്നെ പോലെ ആണോ എടി? വൈഷു. വൈഷ്ണവി പറഞ്ഞ തീരു മുൻപ് മറുഭാഗത്തു നിന്നും പ്രവീൺ അലറി പറഞ്ഞു. ഒപ്പം തന്നെ വൈഷ്ണവിക്ക് പിന്നിൽ നിന്ന വിനോദിനി അലറി വിളിച്ചത് ഇവിടെ പ്രവീണും മുരളയും വ്യക്തമായി കേട്ടു. എടി, അത് ആര്യാണ്. അവൾക്ക് എന്റെ മോളെ എങ്ങനെ വളർത്തണമെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ എന്നെ പോലെ ഉള്ളൊരുത്തനെ ഉപേക്ഷിച്ചു പോയ ആര്യ ഒരിക്കലും ഒരു ഭർത്താവിനെ മോഹിച്ചല്ല ഈ വിവാഹത്തിന് സമ്മതമായിട്ട് ഉണ്ടാവുക. നിരഞ്ജനെ അവൾ സ്വീകരിച്ചെങ്കിൽ അതെന്റെ മോൾക്ക് കൂടെ വേണ്ടിയാകും.
എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി ഇനി ഒരിക്കൽ കൂടി എന്റെ ഫോണിൽ നിന്റെ പേരിൽ ഒരു കോൾ വന്നാൽ സത്യമായി നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും, അത് ഉറപ്പാണ്. ഇതപ്പോടെ പറഞ്ഞ് ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിലിരുന്നു പ്രവീൺ. പ്രവീണേ, എടാ. അവന്റെ ആ തകർന്നുള്ള ഇരിപ്പ് കാണെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുരളി വിളിച്ചു. അവള് ആ മോൾ പറഞ്ഞത് നീ കേട്ടില്ല മുരളി? എന്റെ കുഞ്ഞിനെ. ബാക്കി പറയാനാവാതെ നെഞ്ചിൽ കൈ അമർത്തിയിരുന്ന് കിതച്ചു പ്രവീൺ. നീ വെറുതെ ടെൻഷൻ ആവണ്ട. ഈ നിരഞ്ജനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അറിഞ്ഞതൊക്കെ നിന്നോട് പറഞ്ഞില്ലേ? അയാൾക്ക് വേദുമോൾ മകൾ തന്നെയാണ്. പിന്നെ ആര്യ അവളെ പൊന്നുപോലെ നോക്കുമെന്നതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? മോരാളുടെ ആ ചോദ്യത്തിന് ഇല്ലെന്നും മെല്ലെ തലയാട്ടി പ്രവീൺ. എന്നാ പിന്നെ കൂടുതൽ ആലോചിച്ച് മനസ്സ് വേദനിപ്പിക്കാതെ എഴുന്നേറ്റ് വാ, നമുക്ക് പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം. ചടഞ്ഞുകൂടി ആലോചനയോടെ ഇരിക്കുന്ന പ്രവീണിനെ നിർബന്ധിച്ച് വിളിച്ച് എഴുന്നേൽപ്പിച്ചു മുരളി. വൈഷു, എന്തിനാ ഇങ്ങനെ വന്ന് നിന്ന് അലർന്നത്? തന്റെ പിന്നിൽ നിന്ന് അലറി വിളിച്ച് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന വിനോദിനിയെ നോക്കി പുച്ഛത്തോടെ വൈഷ്ണവി തിരക്കി. അലർന്നത് എന്തിനാണോ? നീ എന്താടി ആ ചെക്കനെ വിളിച്ചു പറഞ്ഞത്? ആ ഇത്രയില്ലാത്ത പെങ്കൊച്ചിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? അവളുടെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് അവർ തിരക്കി. ഹോ, ഈ തള്ളയെ കൊണ്ട് നിങ്ങൾക്കിത് എന്താ? അവിടെ കൈ തട്ടി എറിഞ്ഞിട്ട് വൈഷ്ണവി അലറി. എനിക്ക് എന്താന്നോ നീ ഇപ്പൊ പ്രവിയോട് പറഞ്ഞത് എന്നോട് പറയടി. നീ നിന്റെ ആരുമല്ലാത്ത ഒരു മനുഷ്യന്റെ മകളായി 10-20 വർഷം ജീവിച്ചവളല്ലേടി? സ്വന്തം മകളായിട്ടല്ലേ നിന്നെ ആ മനുഷ്യൻ സ്നേഹിച്ചത്? അങ്ങനെ വളർന്ന നിനക്ക് വേദുമോളെ പറ്റി പറയാൻ എങ്ങനെ തോന്നിയടി? അതിന് എന്ത് യോഗ്യതയുണ്ടടി നിനക്ക്? നീ ഒരു മനുഷ്യ സ്ത്രീ അല്ലടി, പിശാചാണ് പിശാച്. അവർ ഒട്ടും വിട്ടുകൊടുക്കാതെ വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് വൈഷ്ണവിയുടെ ചുമലിൽ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു. ദേ, എന്റെ ദേഹം നന്നാൾ തള്ളയാണെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. ഓ, വളർത്തിയ കഥയൊന്നും പറയണ്ട. മകളായി കണ്ടെങ്കിൽ എന്തേ? സ്വത്ത് മുഴുവനും അയാളുടെ മകന്റെ പേരിൽ മാത്രമായിട്ട് എഴുതി വെച്ചു. പിന്നെ എന്നെ നിയന്ത്രിക്കാനും കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? വിനോദിനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവൾ തിരക്കി. നന്ദികേട് പറയാതടി. നിനക്ക് തരാനുള്ളതൊക്കെ നിന്റെ വിവാഹത്തിന് തന്നിട്ടുണ്ട് ആ മനുഷ്യൻ. പിന്നെ എന്റെ യോഗ്യത അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. വിനോദിനെ ചുമരിൽ ചാരി നിന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അന്ന് കുറച്ച് സ്വർണം തന്ന് ബാധ്യത ഒഴിപ്പിച്ചു വിട്ടു, അങ്ങനെ വേണം പറയാൻ. എന്നിട്ടിപ്പോ അയാളെയും മോനെയും കുറിച്ച് പറയുമ്പോ തള്ളയ്ക്ക് 100 നാവ്. വെറുപ്പോടെ അവരെ നോക്കി പറഞ്ഞിട്ട് ഫോണും എടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി വൈഷ്ണവി. അവളെ ആ പോക്ക് നോക്കി നിന്നിട്ട് മെല്ലെ അടുക്കളയിലേക്ക് ചെന്ന് വിനോദിനി ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അതിൽ കയറി നിന്ന് കബോർഡിൽ നിന്നും ഒരു ചെറിയ കവർ വലിച്ചെടുത്തുകൊണ്ട് മെല്ലെ സ്റ്റൂളിൽ നിന്നും ഇറങ്ങി. ആ കവറിൽ നിന്നും ഒരു കുഞ്ഞു പൊതി എടുത്ത് തുറന്ന വിനോദിനി അതിൽ നോക്കി ഒരു നിമിഷം നിന്നു. വൈഷ്ണവിയുടെ മുറിയുടെ വാതിൽക്കൽ വന്നു നിന്ന വിനോദിനി മുറിക്കുള്ളിൽ വൈഷ്ണവി ആരോടോ പറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതും അടക്കി പിടിച്ച് ചിരിക്കുന്നതും ഒക്കെ കേൾക്കെ വെറുപ്പോടെ കണ്ണുകളൊന്ന് അടച്ചു തുറന്ന് ദേഷ്യം നിയന്ത്രിച്ചു. പിന്നെ മുറി വാതിൽ മെല്ലെ മുട്ടി വിളിച്ചു. വൈഷു, എടി, വാതിൽ തുറന്നേ. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? വിനോദിനി നിർത്താതെ വാതിലിൽ മുട്ടിയ ദേഷ്യത്തിൽ വാതിൽ വലിച്ചു തുറന്ന് ചീറിക്കൊണ്ട് തിരക്കി വൈഷ്ണവി. രാവിലെ നീയൊന്നും കഴിച്ചില്ലല്ലോ, ഇതങ്ങ് കുടിക്ക്. ഉള്ളിൽ നുരിഞ്ഞു പൊന്തിയ വെറുപ്പ് പുറത്ത് കാണിക്കാതെ കരുന്ന ജ്യൂസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വിനോദിനി പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോകുവാണ്. അന്നേരം പുറത്തുനിന്ന് കഴിച്ചോളാം. അവരുടെ കയ്യിലെ ട്രെയിലിരിക്കുന്ന ആ ഗ്ലാസ്സിലേക്കൊന്ന് നോക്കിയിട്ട് മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നോടുള്ള ദേഷ്യം പട്ടിണി കിടന്ന് തീർക്കരുത് വൈഷു. ഇപ്പൊ നീ ഇത് കുടിക്ക്, കഴിക്കുന്നത് പുറത്തുനിന്ന് ആയിക്കോട്ടെ. ഗ്ലാസ് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു. നേർമിലൊന്നും മൂളിക്കൊണ്ട് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്ത് അവളത് കുടിച്ചു കഴിയും വരെയും കണ്ണു ചിമ്മതെ നോക്കി നിന്നവർ. അവൾ ഒഴിഞ്ഞ ഗ്ലാസ് തിരികെ വെച്ചതും അവളെ നോക്കിക്കൊണ്ട് തന്നെ ട്രെയിൽ നിന്ന് അടുത്ത ഒരു ഗ്ലാസ് എടുത്ത് ആ ജ്യൂസ് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു വിനോദിനി. എന്തിനാ വെപ്രാളം കാണിക്കുന്നേ? അങ്ങോട്ടെങ്ങാനും ചെന്നിരുന്ന് പതിയെ കുടിച്ച പോരായിരുന്നോ? വിനോദിനി ധൃതിയിൽ ആ ജ്യൂസ് കുടിക്കുന്നത് കാണേ വൈഷു തിരക്കി. ഞാൻ അങ്ങോട്ട് പോയിരുന്നാ പിന്നെ നിന്നെ കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ തന്നെ നീ വാതിലടച്ച് കുറ്റിയിടില്ലേ? ഇനി കുറച്ച് നേരം കൂടെയല്ലേ എനിക്ക് നിന്നെ കാണാൻ കഴിയൂ. സംസാരിക്കുമ്പോൾ അവർക്ക് തൊണ്ടയ്ക്ക് വേദനിക്കുന്ന പോലെ തോന്നി. എന്നെ കാണാൻ പറ്റാതെ അവൻ എന്താ, ഞാൻ ചാവാൻ പോകണോ? അതോ നിങ്ങൾ ചാവാൻ പോകുന്നോ? പുച്ചച്ചിരിയുടെ പറയുമ്പോൾ നാവ് കുഴയുന്നുണ്ടെന്ന് തോന്നി വൈഷ്ണവിക്ക്. ഞാൻ ഒറ്റയ്ക്കല്ല ചാവുന്നത്, നമ്മൾ രണ്ടും ഒരുമിച്ച് ഇന്ന് ഈ ലോകത്തുനിന്ന് പോകും. പുഴുത്തു നാറിക്കഴിഞ്ഞ് പുറം ലോകം അറിയും. നിന്നെപ്പോലെ ഒരു വിഷജന്മത്തിനെ ആറ്റുനോറ്റ് കാത്തിരുന്ന് പെറ്റു പോറ്റിയില്ല ഞാൻ. ആ പാപത്തിന് പരിഹാരവും ഞാൻ തന്നെ ചെയ്യണമല്ലോ. ഇനി ആരെയും ദ്രോഹിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും കാര്യം മനസ്സിലാകാതെ അവരെ തുറച്ചു നോക്കുന്ന വൈഷ്ണവിയുടെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി നിലത്തെറിഞ്ഞ് പൊട്ടിച്ച ശേഷം അവർ ഇട്ടിരുന്ന നൈറ്റിയുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് 3-4 വട്ടം അവളുടെ വയറ്റിലും നെഞ്ചിലും ഒക്കെ ആഞ്ഞു കുത്തി. പിന്നെ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ടിട്ട് വൈഷ്ണവിയെ മുറിക്കുള്ളിലേക്ക് തള്ളിയിട്ട് വാതിൽ പുറത്തുനിന്ന് വലിച്ചടച്ച് ഭ്രാന്തി പോലെ ഉറക്ക ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ
അവരുടെ ചുണ്ടിലെ ചിരി വികൃതമാക്കിക്കൊണ്ട് വായിൽ നിന്നും കൊഴുത്ത ചോര പുറത്തേക്ക് വന്നു. നിവി കിതപ്പടക്കി അവളെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുമ്പോൾ അഭി മെല്ലെ വിളിച്ചു. അവളൊരു നേർത്തൊരു തളർച്ചയുടെ മെല്ലെ ഒന്ന് മോളി. ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോയാലോ? അവളെ കവിൾ അമർത്തി ചുംബിച്ചുകൊണ്ട് അഭി തിരക്കി. പോവാം. അവന്റെ നെഞ്ചിൽ കവിൾ ചേർത്ത് വെച്ച് കിടന്നവൾ മെല്ലെ പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാൻ കയറിയാലോ? ചൂന്ന തൊടുത്ത അവളെ ചുണ്ടിൽ ചുണ്ടുരസിക്കൊണ്ട് അഭി ചോദിച്ചു. ഒന്ന് പോയേ ജിത്തുട്ടാ, എനിക്ക് കുളിച്ചിട്ട് പോയി ആന്റിയെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. ഉച്ചയ്ക്ക് എല്ലാവരും വരില്ലേ? അവന്റെ പിടിയിൽ നിന്നും ഊർന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബെഡിൽ നിന്നും ഇറങ്ങിയവൻ അവളെ കോരിയെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ഇപ്പൊ ക്ഷീണം തോന്നുന്നുണ്ടോ മോളെ? കുളിയൊക്കെ കഴിഞ്ഞ് അബിക്കൊപ്പം അടുക്കളയിലേക്ക് വന്നവളെ പിടിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് രാധിക ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആന്റി. അവിടെ കവിളിൽ നിന്ന് ഉള്ളിക്കൊണ്ടാണ് നിവി പറഞ്ഞത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ എന്നോടോ അബിയോടോ പറയണം മോളെ. അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ടാണ് രാധിക പറഞ്ഞത്. പറഞ്ഞോളാം. അവരുടെ ആ സ്നേഹവും കരുതലും കാണേ കണ്ണു നിറഞ്ഞു പോയി നിവിക്ക്. അയ്യേ, എന്തിനിപ്പോ കണ്ണു നിറഞ്ഞത്? അവളുടെ കവിളിൽ ഈറ്റുവിടം നീർത്തുള്ളി തുടച്ചു കൊടുത്തിട്ട് ചോദിച്ചു രാധിക. അറിയില്ല, സങ്കടം വന്നു. അവിടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിവി മെല്ലെ പറഞ്ഞു. സാരില്ല, ചില സമയങ്ങളിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കാരണമില്ലാതെ കരയാനും ചിരിക്കാനും ഒക്കെ തോന്നും. ഇപ്പോ അതൊന്നും ആലോചിച്ച് നിൽക്കാതെ മോള് അഭയം വിളിച്ചു പോയി കഴിക്കാനിരിക്കെ. ഞാൻ ഈ ചായയും എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവർ നിവിയുടെ കവിളിലും തലയിലുമൊക്കെ വാത്സല്യത്തോടെ തലോടി. നിവി മൂളിക്കൊണ്ട് അവർ ഒഴിച്ചു വെച്ചിരുന്ന കട്ടൻ കയ്യിലെടുത്തു. അതവിടെ വെച്ച് നിവി, നീ പോയി കഴിക്കാനിടെ, ഞാൻ കൊണ്ടുവരാം. അതൊക്കെ നല്ല ചൂടുണ്ട്, കൈ പൊള്ളിക്കണ്ട. അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി പിടിച്ച് അവർ പറഞ്ഞു. നിവി അവരെ നോക്കി ഒരു നിമിഷം നിന്നിട്ട് ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് വന്ന് അബിക്കടുത്തിരുന്നു. എന്തു പറ്റി? എന്റെ നിവിക്കുഞ്ഞിന്റെ മുഖം അങ്ങ് വീർത്തല്ലോ. അവളുടെ വീർത്ത കവളിൽ മെല്ലെന്ന് കുത്തിച്ചു വെച്ചിട്ട് പ്ലേറ്റ് എടുത്ത് മുന്നിൽ വെച്ചു അബി. ദേ ചിത്തുവേട്ടാ, ഈ ആന്റി എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എല്ലാം തനിയെ ചെയ്യുക. കാരണം എന്തെന്ന് ചോദിക്ക്. കട്ടൻ ഒഴിച്ചു വെച്ചിരുന്ന വലിയ കപ്പും ഗ്ലാസുകളുമായിട്ട് വരുന്ന രാധികയെ കണ്ടത് നിവി അവന്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. അമ്മ എന്താ എന്റെ നിവിയെ കൊണ്ട് പണിയൊന്നും മേടിപ്പിക്കാത്തത്? കട്ടൻ കൊണ്ട് വെച്ചിട്ട് പുട്ടും കറിയും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊണ്ട് നിൽക്കുന്നവരോട് ചിരി അടക്കി പിടിച്ചുകൊണ്ട് അഭി ചോദിച്ചു. ചേടാ, സാധാരണ എല്ലാ വീട്ടിലും മരുമകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നെന്നാണ് പരാതി. ഇവിടെ നേരെ തിരിച്ചായോ? എന്തായാലും ഇപ്പൊ നീ ഒരുപാട് പണിയൊന്നും എടുക്കണ്ട. എനിക്ക് തീരെ വയ്യാതെ ആകുമ്പോ ഞാൻ പറയും. അന്നേരം എന്നെ സഹായിച്ചു തന്നാ മതി. എന്റെ മോള് ഇപ്പോ അതെടുത്ത് കഴിക്ക്. കഴിക്കാനുള്ളത് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തിട്ട് അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവരെന്താ ചിത്തുവേട്ടാ ഇത്രയും താമസിക്കുന്നത്? കുറെ മുൻപ് വിളിച്ചപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ആ അഞ്ചും സച്ചേടും ചിത്ര അമ്മായി പോലും ഇതുവരെ വന്നില്ല. ഒന്ന് വിളിച്ചു നോക്കി ചിത്തുവേട്ടാ. 10 മണി മുതൽ വിരുന്നു വരുന്നവരെ കാത്തിരുന്ന് സങ്കടം വന്ന് തുടങ്ങിയിരുന്നു നിവിക്ക്. എന്റെ നിവി, അളിയൻ ഷോപ്പിൽ ഒന്ന് പോയി തല കാണിച്ചിട്ടേ വരുള്ളൂന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ സച്ചിയും മഞ്ജുവും ഒക്കെ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടേ വരും. നീ ഒന്ന് സമാധാനമായിട്ട് നിൽക്ക്, അവരിങ്ങി വരും. പറഞ്ഞിട്ട് ഉമ്മർത്തുന്ന വഴിയിലേക്ക് ചുണ്ടു കോർപ്പിച്ച് നോക്കുന്നവളെ ചേർത്ത് പിടിച്ചു അബി. ഇന്നലെ രാത്രി വരെ കണ്ടതല്ലേ എല്ലാരെയും. ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും അവരെ കാണാൻ കൊതിയായോ? അല്പം മുൻപ് അല്പം ഉച്ച ഉയർത്തിക്കൊണ്ട് വീർത്ത നിവിയുടെ കവിൾ മെല്ലെന്ന് ചുണ്ടമർത്തിക്കൊണ്ട് അഭി ചോദിച്ചു. എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ വന്ന് കൊഞ്ചിക്കുന്നേ? ചുണ്ട് ചുളുക്കി ചോദിച്ചുകൊണ്ട് പെണ്ണ് അവനെ തുറച്ചു നോക്കി നിന്നു. അബി, എന്താടാ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? ഉമ്മർത്തേക്ക് ഇറങ്ങി വന്ന രാധിക ചോദിക്കുന്നതിനൊപ്പം അബിയുടെ ചുമലിൽ മെല്ലിന്ന് ആടിച്ചുകൊണ്ട് നിവിയെ ചേർത്ത് പിടിച്ചു. ഓ, ഇപ്പൊ അമ്മയും മോളും ഒന്നായി, ഞാൻ വേറെയും. വന്ന് നിവിയോട് എന്ത് പറഞ്ഞാലും കണ്ണ് നിറയ്ക്കുവാണേ. ഇതത്ര നല്ല ശീലമല്ല കേട്ടോ. കണ്ണ് ചുരുക്കി പിടിച്ച് കൈയും കേട്ട് നിന്ന് കെറുവോടെ പറഞ്ഞു അബി. അതൊക്കെ ചില സമയത്ത് പെണ്ണുങ്ങൾക്കുണ്ടാകും. നീ അതൊന്നും പറഞ്ഞ് കൂടുതൽ ആളാവണ്ട. മോള് വാ, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. അവൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കട്ടെ. നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നവളെ കൂട്ടി ഹാളിലേക്ക് നടന്നു രാധിക. വന്ന് ഞാനൊരു ചീത്ത കുട്ടി ആകുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ ആന്റി? അവർക്കൊപ്പം അകത്ത് വന്ന് സോഫയിലിരിക്കുമ്പോൾ നിവി ചോദിച്ചു. അതെന്തേ ഇപ്പോ അങ്ങനെ ഒരു തോന്നൽ? എന്റെ കുഞ്ഞിനോളം നല്ല പെൺകുട്ടികളെ ആന്റി കണ്ടിട്ടില്ല. അതിന്റെ മകളായാൽ പോലും നിന്നോളം നന്മയോ സ്നേഹമോ കരുതലൊന്നും അവരിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. നിവിയുടെ വാടി മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു രാധിക. ഇപ്പൊ എനിക്ക് എന്റെ ഈ കരച്ചില സങ്കടമൊക്കെ കാണും എനിക്ക് എന്നെ തന്നെ ഒട്ടും പിടിക്കുന്നില്ല. കുറുമ്പാണ് വർത്തമാനത്തിലെങ്കിലും അവൾക്ക് അതിൽ വിഷമമുണ്ടെന്ന് രാധികയ്ക്ക് മനസ്സിലായി. ആ വിഷമവും സങ്കടമൊക്കെ വരാൻ എന്താ കാണുന്നറിയാൻ ഇന്ന് വൈകിട്ട് നമുക്കൊരു ഡോക്ടറെ പോയി കാണാം. തോൾ ചാഞ്ഞിരിക്കുന്നവളെ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും അസുഖമായിരിക്കും ആന്റി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. 2 ദിവസമായി ചിലപ്പോ ഒക്കെ തലയും കറങ്ങും. പേടിയോടെ ചോദിച്ചുകൊണ്ട് നിവി മുഖമുയർത്തി അവരെ നോക്കി. എന്റെ കുഞ്ഞെ, നിനക്കൊരു അസുഖമില്ല. ഇങ്ങനെ പേടിച്ചൊന്നും വരുത്തി വെക്കലേ. അവളെ കണ്ണൂട്ടി പേടിപ്പിച്ചു രാധിക. പിന്നെ എന്താവും ഇങ്ങനെ വരാൻ? ആലോചനയോടെ അവിടെ മടിയിൽ ചാഞ്ഞിക്കിടുന്ന നിവി. അവൾക്ക് എന്തോ ആകെ പേടി തോന്നുന്നുണ്ടായിരുന്നു. നിവി,
അവളെ തലയിൽ തലോടിക്കൊണ്ട് അവർ വിളിച്ചു. കണ്ണുകൾ അടച്ചു കിടന്ന നിവി ഒന്ന് മൂടി. ഈ മാസം അവൾക്ക് പീരീഡ്സ് ആയിരുന്നോ? ആദ്യം ഒന്ന് മടിച്ചെങ്കിലും രാധിക മെല്ലെ ചോദിച്ചു. എന്താ? എനിക്ക് ഇല്ല. നിവി ആലോചനയോടെ പതിയെ പറഞ്ഞു. ഒപ്പം വലത് കൈ അവൾ പോലും അറിയാതെ വയറിലൊന്ന് തൊട്ടു. എന്റെ സംശയമാണ്, ഉറപ്പില്ല. ഈ കാർഡോ കിറ്റോ അങ്ങനെ എന്താണ്? ഒക്കെയല്ലേ, ഇത് വാങ്ങി നോക്കിയാലും മതി. ആര്യ ആദ്യം അങ്ങനെയാണ് നോക്കിയത്. അങ്ങനെ വേണ്ടെങ്കിൽ ഡോക്ടറെ പോയിന്ന് കണ്ടാ മതി. അതാകുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാകും. തന്നെ ഉറ്റുനോക്കി മടിയിൽ കിടക്കുന്നവളുടെ കവൾ തഴുകിക്കൊണ്ട് സ്നേഹവും വാത്സല്യവും തിളങ്ങുന്ന ഹൃദയത്തോടെ പറഞ്ഞിട്ട് രാധിക നോക്കിയത് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അഭിയായിരുന്നു.